കൊച്ചി നഗരസഭ കരുവേലിപ്പടി ഡിവിഷനിലെ മാലിന്യ സംസ്കരണത്തിന് അംഗീകാരം. നഗരസഭയിലെ കരുവേലിപ്പടി ഡിവിഷനിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരത്ത് സമാപിച്ച വൃത്തി കോൺക്ലേവിൽ അംഗീകാരം. മാലിന്യ സംസ്കരണ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള പ്രശംസാപത്രം ഡിവിഷൻ കൗൺസിലർ ബാസ്റ്റിൻ ബാബു കോൺക്ലേവിൽ ഏറ്റുവാങ്ങി. ഹരിത കേരള മിഷൻ നേരത്തെ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിസ്ഥിതി സംഗമത്തിൽ അവതരിപ്പിച്ച മാലിന്യ സംസ്കരണ ശുചിത്വ മാതൃകകളിലും കരുവേലിപ്പടി ഡിവിഷൻ ഇടം നേടിയിരുന്നു. മാലിന്യ സംസ്കരണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ജില്ലാതലത്തിലും ഡിവിഷൻ അംഗീകാരം നേടിയിട്ടുണ്ട്. ചുള്ളിക്കൽ മേഖലയിലെ മാലിന്യം തള്ളൽ പ്രദേശം വീണ്ടെടുത്തു ഫുട്ബോൾ ടർഫ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വികസിപ്പിച്ചതാണ് ഈ രംഗത്തെ ഡിവിഷൻ കൈവരിച്ച ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്ന്. സിന്തറ്റിക് ബാഡ്മിന്റൺ കോർട്ട്, ഓപ്പൺ ജിം പാർക്ക് എന്നിവയും ഇവിടെ സജ്ജമാക്കി. ഒട്ടേറെ ആളുകൾ നിലവിൽ ഫുട്ബോൾ ടർഫും ബാഡ്മിന്റൺ കോർട്ടും പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നും കൗൺസിലർ ബാസ്റ്റിൻ ബാബു വ്യക്തമാക്കി. സമീപ പ്രദേശത്ത് നിന്നും മറ്റു പല ഡിവിഷനുകളിൽ നിന്നൊക്കെ നിക്ഷേപിച്ച് വളരെ വലിയൊരു സാഹചര്യത്തിലേക്ക് കടന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് കൗൺസിലറായിട്ട് കടന്നു നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയൊരു വെല്ലുവിളി നമ്മൾ ഈ മാലിന്യം തരംതിരിച്ച് നീക്കം ചെയ്യുമ്പോഴത്തേക്കും മണ്ണിന് മിക്സായി കിടക്കുന്ന രീതിയിലാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. 1 മീറ്ററോളം മണ്ണിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാറ്റിയാണ് ഇന്ന് നിങ്ങൾ കണ്ട ഫൈവ്സ് ഫുട്ബോൾ ടർഫും ഒരു ഓപ്പൺ ജിം, കുട്ടികൾക്കായുള്ള ഒരു പാർക്ക്, സിന്തറ്റിക് ബാഡ്മിന്റൺ കോർട്ട് എല്ലാം ഒരു ഡിവിഷനിൽ ചെയ്യാൻ സാധിച്ചത്. നമ്മളെപ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം മാലിന്യം നിക്ഷേപം അല്ലെങ്കിൽ മാലിന്യ സംസ്കരണത്തിന് ഒരു സിറ്റി പോലുള്ള ഒരു സ്ഥലത്ത് ജനങ്ങളെ പരമാവധി ബോധവൽക്കരിച്ചുകൊണ്ട് ഒരു വീട് പോലും വിടാതെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഇതിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. വെറും 1 വർഷം കൊണ്ട് ഡിവിഷന് കൊച്ചി കോർപ്പറേഷന്റെ 74 ഡിവിഷനുകളിൽ ക്ലീനസ്റ്റ് ഡിവിഷൻ അവാർഡ് വാങ്ങാനായിട്ട് സാധിച്ചൊരു ഡിവിഷനാണ് ഡിവിഷന്റെ കരുവേലിപ്പടി. അപ്പോൾ ഇത്രയും മികച്ച പ്രവർത്തനങ്ങൾക്ക് എല്ലാവർക്കും, കാരണം നമ്മളൊരു മാജിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നിലവിൽ ഉള്ള സംവിധാനം. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.